ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കഥകളൊക്കെ കേട്ടു. അതുപോലെ തന്നെ അത് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പ്രവർത്തനമൊക്കെ തന്നിരുന്നു. ടീച്ചർ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനമാണ് കാണിച്ചത്. നമുക്കവിടെ നോക്കാം ഏതൊക്കെയായിരുന്നു ആ പ്രവർത്തനങ്ങൾ നോക്കാം. ഫസ്റ്റത്തെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് ഈ ഒരു കുറുക്കൻ്റെയും കാക്കയുടെയും ഈ ഒരു കഥ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു. നോക്കൂ. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, എ ഫോക്സ് വാസ് വാക്കിംഗ് ത്രൂ ദി വുഡ്സ്, കാട്ടിലൂടെ ഇങ്ങനെ ഒരു കുറുക്കൻ നടക്കുകയായിരുന്നു. ഹി വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ടേസ്റ്റി ടു ഈറ്റ്, എന്തെങ്കിലും രുചികരമായ എന്തെങ്കിലും ഭക്ഷണം അവൻ കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവനിങ്ങനെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. സൂൺ, പെട്ടെന്ന്, ഹിസ് നോസ് പിക്ഡ് അപ്പ് എ സെൻറ്റ്, അപ്പോൾ പെട്ടെന്ന് അവൻ്റെ മൂക്കിലേക്ക് ഒരു സ്മെല്ല്, ഒരു മണം അടിച്ചു കയറി. എ സെൻറ്റ് ഓഫ് സംതിങ് വെരി സ്വീറ്റ്, നല്ല മധുരമുള്ള ടേസ്റ്റുള്ള ഒരു സ്മെല്ല്, അതാണ് അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയത്. ഹി സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് സ്നിഫ്ഡ് ദി എയർ, അവന് ആ സ്മെല്ലടിച്ചപ്പോൾ അവനോട് നിന്നിട്ട് അവനെ ഇങ്ങനെ ആ ഒരു വായുവിൽ ആ സ്മെല്ലിങ്ങനെ ശ്വസിച്ചു. എവിടെ നിന്നാണ് ഇത്ര മധുരമായിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ഫുഡിൻ്റെ സ്മെല്ലിങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരയാണ്. ദ ഫോക്സ് ഡിഡ്ന്റ് ഹാവ് ടു വെയിറ്റ് ലോങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് വാസ്, അപ്പോൾ ആ കുറുക്കന് അധിക നേരം തിരിയേണ്ടി വന്നില്ല. അവനക്ക് മനസ്സിലായി എവിടെ നിന്നാണ് ആ സ്മെല്ല് വരുന്നതെന്ന് അവന് മനസ്സിലായി. എ ക്രോ വാസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ഹൈ അപ്പ് ഇൻ എ ട്രീ, അപ്പോൾ ഒരു കാക്ക, ക്രോ എവിടെ ഇരിക്കുന്നുണ്ട്? ഉയരമുള്ളൊരു മരത്തിൻ്റെ കൊമ്പിൽ, ദ ബ്രാഞ്ച് ഓഫ് ട്രീ, മരത്തിൻ്റെ കൊമ്പിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ഇറ്റ്സ് ബീക്ക്, അതിൻ്റെ കൊക്കിലാണ് എന്തുള്ളത്? വാസ് ദ ബിഗ്ഗസ്റ്റ് പീസ് ഓഫ് ചീസ് ഹി ഹാഡ് എവർ സീൻ, അവൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു ചീസ് അവൻ്റെ കാക്കയുടെ ചുണ്ടിൽ അവൻ കണ്ടു. ദ ഫോക്സസ് മൗത്ത് ബിഗാൻ ടു വാട്ടർ, അപ്പോൾ അതിനെ കണ്ടപ്പോൾ കുറുക്കൻ്റെ വായിൽ വെള്ളം നിറയാൻ തുടങ്ങി. ഹി വാണ്ടഡ് ടു ഹാവ് ഇറ്റ്, അപ്പോൾ അവനത് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. കുറുക്കന് ആ ഒരു അപ്പക്കഷ്ണം, അല്ലെങ്കിൽ നെയ്യപ്പത്തിൻ്റെ കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ഹി തോട്ട് ഫോർ എ വൈൽ, അപ്പോൾ അവനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, അത് കിട്ടാൻ എന്തെങ്കിലും സൂത്രമുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചു. ആൻ ഐഡിയ സ്ട്രക്ക് ഹിം, പെട്ടെന്ന് അവനക്കൊരു ഉപായം തോന്നി, അവനക്കൊരു ഐഡിയ കിട്ടി. ഹി ഡിസൈഡ് ടു ഫ്ലാറ്റർ ദ ക്രൗ, അപ്പോൾ അവനെന്താ തീരുമാനിച്ചത്? ഹി ഡിസൈഡ് ടു ഫ്ലാറ്റർ ദി ക്രൗ, കാക്കയെ ഒന്ന് പുകഴ്ത്താൻ, അല്ലെങ്കിൽ അവനൊന്ന് പൊക്കി പറയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവനെന്താ പറഞ്ഞത്? ഹി സെഡ്, അവൻ പറഞ്ഞു, ഓ ഡിയർ ക്രൗ, എൻ്റെ പ്രിയപ്പെട്ട കാക്കെ, യു ലുക്ക് സോ പ്രിറ്റി ആൻഡ് യുവർ വോയിസ് ഈസ് സോ സ്വീറ്റ്, നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ്, അല്ലെങ്കിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. യുവർ വോയിസ് ഈസ് സോ സ്വീറ്റ്, എൻ്റെ ശബ്ദം എന്താണ്? നല്ല മധുരമുള്ളതാണ്, നല്ല സൗണ്ടാണ് എന്ന് പറഞ്ഞു. വിൽ യു പ്ലീസ് സിങ് എ സോങ് ഫോർ മീ, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു. കുറുക്കൻ കാക്കയോട് ചോദിച്ചു. ഐ വാണ്ട് ടു ഹിയർ യുവർ സ്വീറ്റ് വോയിസ്, എനിക്ക് നിൻ്റെ ആ ഒരു മധുരമായിട്ടുള്ള സൗണ്ട് ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ദ ക്രൗ ബിക്കെയിം വെരി പ്രൗഡ്, അപ്പോൾ ഇത് കേട്ടപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നി. തൻ്റെ സുന്ദരിയാണ്, അല്ലെങ്കിൽ തൻ്റെ വോയിസ് ഭയങ്കര മധുരമുള്ളതാണെന്നൊക്കെ ഒരാൾ പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി കാക്കയ്ക്ക്. ഇറ്റ് ഫോർഗെറ്റ് അബൌട്ട് ദി പീസ് ഓഫ് ചീസ് ഇൻ ഇറ്റ്സ് മൗത്ത്, അപ്പോൾ ഇത് കേട്ടപ്പോൾ ദ ഫോർഗെറ്റ് അബൌട്ട് ദി പീസ് ഓഫ് ചീസ്, ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? കാക്ക മറന്നുപോയി, തൻ്റെ കൊക്കിൽ, തൻ്റെ ചുണ്ടിലുള്ള ആ ഒരു പീസ് ഓഫ് ചീസിനെ കുറിച്ച് എന്ത് ചെയ്തു? മറന്നുപോയി. ഇറ്റ് ഓപ്പൺ ഇറ്റ്സ് മൗത്ത് ടു സിങ്, അപ്പോൾ അങ്ങനെ കാക്ക പാട്ട് പാടാൻ വേണ്ടിയിട്ട് വായ തുറന്നു. ദ പീസ് ഓഫ് ചീസ് ഫെൽ ഫ്രം ഇറ്റ്സ് മൗത്ത്, അപ്പോൾ ആ വായിലുണ്ടായിരുന്ന, കൊക്കിലുണ്ടായിരുന്ന ആ കഷ്ണം അപ്പം എന്ത് ചെയ്തു? താഴോട്ട് വീണു. ദ കണ്ണിങ് ഫോക്സ് പിക്കപ്പ് ദ ചീസ് ആൻഡ് ഏറ്റ് ഇറ്റ്, അങ്ങനെ ആ കണ്ണിങ് ആയിട്ടുള്ള ഫോക്സ് കുറുക്കൻ എന്ത് ചെയ്തു? ആ ഒരു അപ്പക്കഷ്ണം എടുത്തിട്ട് പെട്ടെന്ന് തിന്നു. ദ ക്രൗ ഫെൽറ്റ് അഷെയിംഡ്, അത് കണ്ടപ്പോൾ കാക്ക ആകെ ഇളിമ്പനായി. ഇതായിരുന്നു കഥ. അടുത്ത ആക്ടിവിറ്റി സ്റ്റോറി, സംഭാഷണം, കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. എലിയും സിംഹവും തമ്മിലുള്ള സംഭാഷണം. മൂന്നാമതായിട്ട് നമ്മുടെ ആ ഒരു കഥക്ക് സൂട്ടബിളായിട്ടുള്ള ഒരു ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു 3 ആക്ടിവിറ്റി ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗമാണ് തുടങ്ങി വെച്ചത്. ഒരു കവിതയാണ്, ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ്. എഡ്വേർഡ് ലിയറാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അർത്ഥം കണ്ടെത്തി മനസ്സിലാക്കാൻ വേണ്ടിയും പറഞ്ഞിരുന്നു. ഗ്ലോസറി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അർത്ഥമൊക്കെ നോക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളത് ആ വേർഡൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു
കവിതയ്ക്ക് നല്ലൊരു ഈണത്തിൽ പാടിയിട്ട് ടീച്ചേഴ്സിനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇത് ഈണത്തിൽ പാടിയിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാനുള്ള ഒരു ആക്ടിവിറ്റിയും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കവിതയുടെ അർത്ഥം ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു കുറിപ്പ് നോക്കൂ. ഫസ്റ്റ്, സ്റ്റോറീസ് ക്യാൻ ആൾസോ ബി ഇൻ ദി ഫോം ഓഫ് സോങ്സ് ആൻഡ് പോംസ്. അപ്പോൾ കഥകൾ നമുക്ക് പാട്ടിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ കവിതയുടെ രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നൗ ഇവിടെ ലിസൺ ടു എ പോം ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ്. ഇവിടെ നമുക്കൊരു കഥ കേൾക്കാം. എന്തിൻ്റെയാണ്? ഒരു മൂങ്ങയുടെയും ഒരു കൊച്ചു പൂച്ചയുടെയും കഥയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്കിവിടെ കേൾക്കാനുള്ളത്. നോക്കൂ, ദ ഹെഡിങ് ദ ഓൾ ആൻഡ് ദി പുസി ക്യാറ്റ്. അപ്പോൾ ആദ്യം കവിയെക്കുറിച്ചൊന്ന് നോക്കാം. ഡേറ്റ് ലിയർ ഇൻ 1812 to 1888. ഈസ് ആൻ ഇംഗ്ലീഷ് ആർട്ടിസ്റ്റ്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് കലാകാരനാണ്, ഇല്ലുസ്ട്രേറ്ററാണ്, അതായത് ചിത്രകാരനാണ്. പിന്നെ ഓതർ ആൻഡ് പോയറ്റ്, എഴുത്തുകാരനും അതുപോലെ തന്നെ കവിയുമാണ്. ഹി ഈസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് ലിമറിക്സ്, എ ഫോം ഹി പോപ്പുലറൈസ്ഡ്. അപ്പോൾ അദ്ദേഹം അറിയപ്പെട്ടത് ഹാസ്യ കഥകളിലൂടെയൊക്കെയാണ്. അതായത് അന്നത്തെ കാലത്തെ കാര്യങ്ങളെ ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ചിട്ടൊക്കെയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം അറിയപ്പെട്ടത്. പ്രധാനമായിട്ടും ലിമറിക്സ് ആർ ദ ഷോർട്ട് ഹ്യൂമറസ് പോംസ് വിത്ത് റൈംസ്. നല്ല ഈണത്തിലുള്ള ഹാസ്യരൂപത്തിലുള്ള കവിതയായിരുന്നു അദ്ദേഹത്തെ അറിയപ്പെടാൻ ഇടയാക്കിയത്. ഇനി കവിതയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വാട്ട് ഡു യു തിങ്ക് ദ ക്യാറ്റ് ആൻഡ് ദ ഓൾ ആർ ഗോയിങ് ടു ഡു? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ ക്യാറ്റും ഈ മൂങ്ങയും എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ദ ക്യാറ്റ് ആൻഡ് ദ ഓൾ ആർ ഗോയിങ് ടു ദി സീ. അവർ കടലിലേക്കാണ് പോകുന്നത്. കടലിലൂടെ ഇങ്ങനെ തോണി തുഴഞ്ഞ് പോവുകയാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. പിന്നെ അടുത്ത ചോദ്യം നോക്കൂ. വെർ ആർ ദേ ഗോയിങ്? എവിടേക്കാണ് അവർ പോകുന്നത്? വൈ? എന്തിനാണ് അവർ പോകുന്നത്? ദേ ആർ ഗോയിങ് ടു ദി ലാൻഡ് വെർ ദ ബോങ് ട്രീ ഗ്രോസ്. ബോങ് ട്രീ വളരുന്ന ഒരു ഭൂമിയിലേക്ക്, ഒരു ലാൻഡിലേക്കാണ് അവർ പോകുന്നത്. ഈ ഒരു കവിത ഫുള്ളായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കവിത നോക്കാം. ഫസ്റ്റ് ലൈൻ നോക്കൂ. ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ് വെന്റ് ടു സീ ഇൻ എ ബ്യൂട്ടിഫുൾ പീ ഗ്രീൻ ബോട്ട്. ഓളും അതുപോലെ തന്നെ ക്യാറ്റും കൂടി കടലിലേക്ക് പോയി. വെന്റ് ടു സീ, കടലിലേക്ക് പോയി. ഏതിലാണ് പോയത് അവർ? ഇൻ എ ബ്യൂട്ടിഫുൾ പീ ഗ്രീൻ ബോട്ട്. പീ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ചക്കടലയുടെ നിറത്തിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ബോട്ടിലാണ് അവർ എവിടേക്ക് പോയത്? കടലിലേക്ക് പോയത്. ദേ ടുക്ക് സം ഹണി ആൻഡ് പ്ലെൻറ്റി ഓഫ് മണി wrapped up in a 5 pound note. എന്താ പറയുന്നത്? അവർ പോയപ്പോൾ കടലിലേക്ക് പോയി എന്ന് പറഞ്ഞു. പോകുമ്പോൾ എന്തൊക്കെ കൂടെ എടുത്തിട്ടുണ്ട്? ദേ ടുക്ക് സം ഹണി, കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലെൻറ്റി ഓഫ് മണി, ധാരാളം ക്യാഷും പൈസയും അവരെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതിലാണ് അവർ പൊതിഞ്ഞിട്ടുള്ളത്? wrapped up in a 5 pound note. ഒരു 5 pound നോട്ടിലാണ്. പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റുപ്പീസ് അല്ലെങ്കിൽ റിയാൽ എന്നൊക്കെ പറയുന്ന പോലെ പൗണ്ട്, ഒരു 5 രൂപയുടെ പൗണ്ടിലാണ് അതൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? റാപ്പ് ചെയ്തിട്ടുള്ളത്, പൊതിഞ്ഞിട്ടുള്ളത്, ഹണിയും ക്യാഷും. ദ ഔൾ ലുക്ക് അപ്പ് ടു ദ സ്റ്റാർ എബവ് ആൻഡ് സാങ് ടു എ സ്മോൾ ഗിറ്റാർ. അപ്പോൾ മൂങ്ങ എന്ത് ചെയ്യണം? മുകളിലേക്ക് സ്റ്റാറിലേക്ക് നോക്കി. ആൻഡ് സാങ് ടു എ സ്മോൾ ഗിറ്റാർ, അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ചെറിയൊരു ഗിറ്റാറുണ്ട്. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? പാട്ട് പാടാൻ തുടങ്ങി. എന്താണ് പാട്ട്? നോക്കൂ, തൻ്റെ മുൻപിലുള്ള പൂച്ചയെക്കുറിച്ചാണ് അവന് പാടുന്നത്, ക്യാറ്റിനെ കുറിച്ചാണ് പാടുന്നത്. ഓ ലവ്ലി കിറ്റി, ഓ കിറ്റി മൈ ലവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. അപ്പോൾ കിറ്റി നീ വളരെ സുന്ദരിയാണ്, മനോഹരിയാണ്, നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ പൂച്ചയെ പുകഴ്ത്തിയിട്ട് ഇങ്ങനെ അവൾ പാടുകയാണ്. അപ്പോൾ കിറ്റി എന്താണ് പറയുന്നത്? ദ കിറ്റി സെഡ് ടു ദി ഓൾ. കിറ്റി ഓളിനോട് പറഞ്ഞു, മൂങ്ങയോട് പറഞ്ഞു, യു എലഗൻറ്റ് ഫോൾ, നീ വളരെ ഗാംഭീര്യമുള്ളൊരു പക്ഷിയാണ്. ഫോൾ എന്ന് പറഞ്ഞാൽ ഒരു തരം പക്ഷിയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ മൂങ്ങ എന്താണ്? ഒരു പക്ഷിയാണ്. അപ്പോൾ നീ അതേപോലെയുള്ള നല്ല ഗാംഭീര്യമുള്ള പക്ഷിയാണ്. ഹൗ ചാർമിംഗ്ലി സ്വീറ്റ് യു സിങ്, നീ വളരെ ആകർഷണീയമായി, ചാർമിംഗ്ലി എന്ന് പറഞ്ഞാൽ ആകർഷണീയമായ മധുരമായിട്ടാണ് നീ പാട്ട് പാടുന്നത്. ഓ ലെറ്റസ് ബി മാരീഡ്, നമുക്ക് കല്യാണം കഴിച്ചാലോ. ടു ലോങ് വി ഹാവ് ടാരീഡ്, അപ്പോൾ നമ്മൾ വളരെ കാലം നമ്മൾ എന്ത് ചെയ്തു? കാത്തിരുന്നു. ഇനി നമുക്ക് കല്യാണം കഴിച്ചാലോ. ടാരീഡ് പറഞ്ഞാൽ കാത്തിരിക്കുക.
ബട്ട് വാട്ട് ഷാൾ വി ഡു ഫോർ എ റിങ്? പക്ഷേ മോതിരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കല്യാണം കഴിക്കുമ്പോൾ എന്ത് വേണം? മോതിരം വേണം. മോതിരം കൈമാറിയിട്ടാണ്, അങ്ങനെയാണ് ചടങ്ങ്. അപ്പോൾ എന്തില്ല അവരുടെ അടുത്ത്? മോതിരം ഇല്ല. ദേ സെയിൽഡ് എവേ. അപ്പോൾ അവർ ഒരുപാട് ദൂരം കപ്പൽ യാത്ര, ബോട്ടിൽ യാത്ര ചെയ്തു. സെയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കപ്പലാണ്. സെയിൽഡ് എവേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. ഫോർ എ ഇയർ ആൻഡ് എ ഡേ. എത്രയാണ് യാത്ര ചെയ്തത്? ഒരു വർഷവും പിന്നെ ഒരു ദിവസവും ദൂരം അവരെന്ത് ചെയ്തു? യാത്ര ചെയ്തു. അവർ എവിടേക്കാണ് യാത്ര ചെയ്തത്? നോക്കൂ. ടു ദി ലാൻഡ് വെർ ദ ബോങ് ട്രീ ഗ്രോസ്. ബോങ് ട്രീ വളരുന്ന ആ ലാൻഡിലേക്കാണ്, ഭൂമിയിലേക്കാണ് അവർ യാത്ര ചെയ്തത്. ആൻഡ് ദർ ഇൻ എ വുഡ് എ പിഗ്ഗി വിഗ് സ്റ്റുഡ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു മരത്തിന് മുകളിൽ ഇങ്ങനെ, തടിക്ക് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പിഗ്ഗി വിഗ് നിൽക്കുന്നുണ്ട്. വിത്ത് എ റിങ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്. അവൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് എന്തുണ്ട്? ഒരു റിങ് ഉണ്ട്. അപ്പോൾ മൂക്കിൻ്റെ തുമ്പത്ത് റിങ്ങുള്ള ഒരു പിഗ്ഗി അവിടെ നിൽക്കുന്നുണ്ട്. ആ ലാൻഡിൽ, ബോങ് ട്രീ വളരുന്ന ആ ഒരു ലാൻഡിൽ നിൽക്കുന്നുണ്ട്. അവർ അവിടേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ ആ ഒരു ലാൻഡിൽ എന്തുണ്ട്? മൂക്കിൻ്റെ അറ്റത്ത് റിങ്ങുള്ള ഒരു പിഗ് അവിടെ നിൽക്കുന്നുണ്ട്. പിഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പന്നിക്കുട്ടി നിൽക്കുന്നുണ്ട്. ഹിസ് നോസ് വിത്ത് എ റിങ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്. അവൻ്റെ മൂക്കിൽ എന്തുണ്ട്? മൂക്കിൻ്റെ അറ്റത്ത് റിങ് ഉണ്ട്. അപ്പോൾ ആ പിഗ്ഗിയോട് ചോദിക്കുകയാണ്, ഡിയർ പിഗ്, പ്രിയപ്പെട്ട പിഗ്, ആർ യു വില്ലിങ് ടു സെൽ ഫോർ 1 shilling യുവർ റിങ്? അപ്പോൾ അവൻ്റെ മൂക്കിൻ്റെ അറ്റത്തിരിക്കുന്ന റിങ് എന്ത് ചെയ്യാണ്? അവർ ചോദിക്കുകയാണ്, ആർ യു വില്ലിങ്, നീ തയ്യാറാണോ? ടു സെൽ ഫോർ 1 shilling. 1 shilling എന്ന് പറഞ്ഞാൽ ഒരു നാണയ രൂപമാണ്, കറൻസിയാണ്. അപ്പോൾ 1 shilling വിൽക്കാൻ നീ തയ്യാറാണോ? യുവർ റിങ്, നിൻ്റെ ആ മോതിരം, നിൻ്റെ ആ റിങ് വിൽക്കാൻ തയ്യാറാണോ? സെഡ് ദ പിഗ്ഗി. അപ്പോൾ പിഗ്ഗി എന്ന് പറഞ്ഞു, ഐ വിൽ. ഓക്കെ, റെഡിയാണ്, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. സോ ദേ ടുക്ക് ഇറ്റ് അവേ. അങ്ങനെ അവരത് വാങ്ങിയിട്ട് ആൻഡ് വെയർ മാരീഡ് നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം അവരെന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. ബൈ ദ ടർക്കി ഹൂ ലിവ്സ് ഓൺ ദി ഹിൽ. ആരാണ് കല്യാണം കഴിപ്പിച്ചത്? മലമുകളിൽ താമസിച്ചിരുന്ന ടർക്കി കോയി എന്ന് കേട്ടില്ലേ? ടർക്കി കോയിയാണ് അവരെ കല്യാണം നടത്തി കൊടുത്തത് കേട്ടോ. പിറ്റേ ദിവസം ആ റിങ്ങൊക്കെ ഇട്ടിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞാൽ എന്താണ്? അടുത്തത് സദ്യയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാണ്, ദേ ഡൈൻഡ് ഓൺ മിൻസ് ആൻഡ് സ്ലൈസ് ഓഫ് ക്വീൻസ്. അവരെന്താണ് കഴിച്ചത്? ഭക്ഷണം കഴിച്ചത് എന്താണ്? മിൻസ് പറഞ്ഞാൽ അരിഞ്ഞത്, അതായത് ഇറച്ചി ചെറുതാക്കി അരിഞ്ഞത്. അതുപോലെ തന്നെ സ്ലൈസ് ഓഫ് ക്വീൻസ് എന്ന് പറഞ്ഞാൽ ഒരു പഴമാണ്. ആ പഴത്തിൻ്റെ, അതായത് ജാമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം പഴം, അതിൻ്റെ കഷ്ണവുമാണ് അവർ കഴിച്ചത്, കല്യാണ സദ്യയായിട്ട് കഴിച്ചത്. വിച്ച് ദേ ഏറ്റ് വിത്ത് എ റൺസിബിൾ സ്പൂൺ. അവർ കഴിച്ചത്, ആ ഭക്ഷണം കഴിച്ചത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? റൺസിബിൾ സ്പൂൺ, അതായത് 3 ഫോർക്ക്, അതായത് 3 മുള്ളുകളുള്ള ഒരു തരം സ്പൂണാണ് അത്. അതിൻ്റെ ഒരു ഭാഗത്ത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂർച്ചയുള്ള ഒരു കത്തി പോലെയുള്ള ഭാഗം ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു പ്രത്യേകതരം സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ ഒരു ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെയോ, ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദി സാൻഡ് ദേ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദി മൂൺ. ദ മൂൺ ദേ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദി മൂൺ. ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവരെന്ത് കൈയൊക്കെ കോർത്ത് പിടിച്ച് ഓൺ ദി എഡ്ജ് ഓഫ് ദി സാൻഡ്, ആ മണലിൻ്റെ അവിടെ, അതായത് കടപ്പുറത്താണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു മണലിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്തു? ദേ ഡാൻസ്ഡ് ബൈ ദി ലൈറ്റ് ഓഫ് ദി മൂൺ. ആ നിലാവ് വെളിച്ചത്ത് അവരിങ്ങനെ ഡാൻസ് ചെയ്തു, നൃത്തം ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി മീൻസ് ഈ സ്റ്റോറിയിൽ ഒരു പോയം രൂപത്തിൽ, ഒരു കവിതാ രൂപത്തിലുള്ള ഒരു സ്റ്റോറി. ഇനി ഇന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഈ ഒരു കവിതയ്ക്ക് ട്യൂൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതൊരു രീതിയിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ പാടിയിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് കുറച്ച് വരികൾ ഞാൻ ഈണത്തിൽ പറയാം. ശരിക്കും പാടില്ല, പറയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? അതുപോലെ ബാക്കിയുള്ള വാക്ക് പാടാൻ ശ്രമിക്കുക, ഈണത്തിൽ പാടാൻ ശ്രമിക്കുക കേട്ടോ. The owl and the pussycat went to sea in a beautiful pink green boat. They took some honey and plenty of money wrapped up in a 5-pound note. The owls looked up to the stars above and sang to a small guitar. Oh lovely kitty,
Oh kitty, my love, what a beautiful kitty you are. You are, you are, what a beautiful kitty you are. അപ്പോൾ ഏകദേശം ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പാടിയിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. ബൈ ബൈ, സീ യു.